വള്ളലാർ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത അകവലിലേക്ക് നാം പ്രവേശിക്കുന്നു. എനൈത്തും തുൻപിലാ ഇയലളിത്ത് എണ്ണിയ അനൈത്തും തരും സഭൈ അരുൾപ്പെരും ജ്യോതി. എല്ലാം തരുന്ന ചിത് സഭയിലെ അരുൾപ്പെരും ജ്യോതി. എല്ലാം തരുന്ന ചിത് സഭയിലെ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ നമ്മുടെ ഭ്രൂമധ്യത്തിൽ സനാതനമായി എല്ലായ്പ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, അനശ്വരമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ അരുൾപ്പെരും ജ്യോതി നമുക്ക് എല്ലാം തരും, സകലതും നമുക്ക് തരും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ദുഃഖമില്ലാത്ത അവസ്ഥ. പിന്നെ അതേപോലെ തന്നെ ആഗ്രഹം, നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം തരുന്ന അരുൾപ്പെരും ജ്യോതി. എനൈത്തും തുൻപില ഇയലളിത്ത് എണ്ണിയ അനൈത്തും തരും സഭൈ അരുൾപ്പെരും ജ്യോതി. തുൻപ് ദുഃഖമില്ലാത്ത അവസ്ഥ, ഒരിക്കലും ദുഃഖമില്ലാത്ത അവസ്ഥ നൽകുന്നത്, അതായത് എപ്പോഴും ശാന്തി നൽകുന്ന അരുൾപ്പെരും ജ്യോതി. അതേപോലെ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം ഈ അരുൾപ്പെരും ജ്യോതി നൽകും. അപ്പോൾ ഭ്രൂമധ്യത്തിലെ ഈ അനശ്വരമായ അരുൾപ്പെരും ജ്യോതിയെ ധ്യാനിച്ച് അതിൽ ലയിച്ചിരിക്കുന്ന ഒരു സാധകന് പിന്നീട് ഒരിക്കലും ഒരു ദുഃഖവും ഉണ്ടാകില്ല. കാരണം സനാതനമായ ഈ അരുൾപ്പെരും ജ്യോതി അയാളുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. പിന്നെയോ അതേപോലെ തന്നെ ആഗ്രഹിച്ചത് എന്താണോ, ആ സാധകന് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകില്ല, എങ്കിലും ജ്ഞാനസിദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം ആ സിദ്ധനിലുണ്ടാകും. ജ്ഞാനസിദ്ധി കിട്ടാനുള്ള ആ ആഗ്രഹവും അരുൾപ്പെരും ജ്യോതി ആ സാധകന് നൽകി അനുഗ്രഹിക്കുന്നു. അപ്പോൾ ദുഃഖമില്ലാത്ത അവസ്ഥ, ജ്ഞാനസഭയിലെ അരുൾപ്പെരും ജ്യോതി സാധകന് പരമജ്ഞാനം നൽകുന്നു. ജ്ഞാനസിദ്ധിയാണ് ഏറ്റവും വലിയ സിദ്ധി. അത് ആഗ്രഹിക്കുന്ന സാധകന് ആ ജ്ഞാനസിദ്ധിയും ലഭിക്കുന്നു. ഇതാണ് അരുൾപ്പെരും ജ്യോതി ധ്യാനത്തിലൂടെ ഒരു സാധകൻ നേടിയെടുക്കുന്ന രണ്ട് മഹത്തായ ഗുണങ്ങൾ. ഒന്ന്, ദുഃഖമില്ലായ്മ എന്ന അവസ്ഥയിലേക്ക് ആ സാധകൻ എത്തിച്ചേരും. മറ്റൊന്ന്, പരിപൂർണ ജ്ഞാനിയായിത്തീരും. അറിവിൻ്റെ നിധിപേടകമായിട്ട് ആ സാധകൻ മാറും. ഈ സംഭവം അറിയണമെങ്കിൽ, ഇതിൻ്റെ വിശദ വിവരം അറിയണമെങ്കിൽ ഭാരതത്തിലെ മഹാന്മാരായ യോഗിവര്യന്മാരുടെ ഈ അരുൾപ്പെരും ജ്യോതിയെ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. വിദേശിയായ അലക്സാണ്ടർ ഭാരതം ആക്രമിച്ചു വിജയശ്രീലാളിതനായി തൻ്റെ ഒരു ദൂതനെ തക്ഷശില എന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട ദണ്ഡാമിസ് എന്ന് പറഞ്ഞ ഒരു യോഗിയുടെ അടുത്തേക്ക് അയക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടാണ് അലക്സാണ്ടർ ആ ദൂതനെ അയച്ചത്. ദണ്ഡാമസിനോട് ആ ദൂതൻ പറയുകയാണ്, ശക്തനായ CS ദേവൻ്റെ മകനും എല്ലാ മനുഷ്യരുടെയും പ്രഭുവുമായ അലക്സാണ്ടർ അങ്ങയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ, അലക്സാണ്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. ഏറെക്കുറെ കർക്കശമായ ഈ ക്ഷണം യോഗീന്ദ്രൻ ശാന്തനായി കേട്ടു.
അലക്സാണ്ടറുടെ ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല. കാരണം എനിക്കുള്ളതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. അദ്ദേഹമാകട്ടെ തൻ്റെ ആളുകളുമായി സമുദ്രവും വൻകരകളും ഒരു പ്രയോജനവുമില്ലാതെ ചുറ്റിത്തിരിയുന്നു. തൻ്റെ അലച്ചിലിൻ്റെ അവസാനം തെറ്റുകളുടെ കർത്താവല്ല രാജാതിരാജനായ ഈശ്വരൻ, മറിച്ച് അദ്ദേഹം പ്രകാശം, ശാന്തി, ജീവൻ, ജലം, മനുഷ്യൻ്റെ ആത്മാക്കൾ എന്നിവയുടെ സ്രഷ്ടാവാണ് എന്ന് രാജാവിനോട് പറയൂ. മരണം അവരെ സ്വതന്ത്രമാക്കുമ്പോൾ അദ്ദേഹം എല്ലാ മനുഷ്യരെയും സ്വീകരിക്കും. കാരണം അവർ അപ്പോൾ ഭോഗത്തെ തിന്മയ്ക്ക് വിധേയമാക്കില്ല. നരമേധത്തെ വെറുക്കുന്ന, യുദ്ധത്തിന് പ്രേരിപ്പിക്കാത്ത ഒരേ ഒരു ഈശ്വരനാണ് എൻ്റെ ആരാധനാപാത്രം. അപ്പോൾ തക്ഷശിലയിലെ യോഗീശ്വരനായ ദണ്ഡാമിസിൻ്റെ ഈ വാക്കുകൾ അലക്സാണ്ടർ കേട്ടു. അലക്സാണ്ടർ ദൈവമൊന്നുമല്ല, മരണം അവനുമുണ്ടാകുമെന്ന് ആ ഋഷി ഈശ്വരൻ അക്ഷോഭ്യമായ പരിഹാസത്തോടെ പറഞ്ഞു. ലോകപ്രഭുവിൻ്റെ കാതുകളെ ആക്രമിക്കാൻ അയക്കപ്പെട്ടതിൽ തീർച്ചയായിട്ടും എൻ്റെ തീക്ഷ്ണമായ ഈ ശകാരത്തിന് ശേഷം ആ ഋഷീശ്വരൻ വ്യംഗ്യപരിഹാസത്തിൽ തുടർന്നു. അലക്സാണ്ടറുടെ ഇപ്പോഴുള്ള അധിനിവേഷ്ട ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിവാഞ്ചകൾക്ക് ഒത്തവണ്ണം വിസ്തൃതമല്ലെങ്കിൽ അയാൾ ഗംഗാ നദി കടക്കട്ടെ. അവിടെ തൻ്റെ മുഴുവൻ ഭടന്മാരെയും നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള ഒരു നാട് അയാൾ കാണും. അലക്സാണ്ടർ എൻ്റെ തലവെട്ടിക്കളഞ്ഞെന്നിരിക്കട്ടെ എന്ന് വരികിലും അദ്ദേഹത്തിന് എൻ്റെ ആത്മാവിനെ കൂടി നശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നിശബ്ദമായിത്തീരുന്ന എൻ്റെ തലയും കീറിയ വസ്ത്രം പോലുള്ള ശരീരവും അവയുടെ മൂലഘടകങ്ങൾ എവിടെ നിന്നാണോ വന്നത് ആ ഭൂമിയിൽ അവശേഷിക്കും. ഞാൻ ആത്മാവായി ഈശ്വരനിലേക്ക് ഉയരും. ഈശ്വരനാണ് നാം. ഭൂമിയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാസനകൾക്ക് വിധേയരായി നാം ജീവിക്കുമോ എന്നറിയാൻ നമ്മെ മാംസനിബദ്ധമായ കൂട്ടിൽ അടച്ച് ഭൂമുഖത്ത് വിട്ട് നാം തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കണക്ക് നമ്മോട് ചോദിക്കുന്നതും മഹാനായ ഈശ്വരൻ തന്നെയാണ്. എല്ലാ തെറ്റുകൾക്കും വിധികർത്താവ് അദ്ദേഹമാണ്. പീഡിതരുടെ കഠിനവേദനയുടെ ദീനരോധനങ്ങൾ പീഡിപ്പിക്കുന്നതിന് ശിക്ഷ വിധിക്കുന്നു. പോയി അലക്സാണ്ടറോട് പറയൂ, ദണ്ഡാമിസിന് നിങ്ങളുടെ യാതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയുമില്ല. ദണ്ഡാമസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. ദൂതൻ ഇത് രാജാവിനോട് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചെന്ന് പറഞ്ഞു. ദുഃഖമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഭാരതീയ തത്വചിന്തയാണ്, ഭാരതീയ ദർശനമാണ്. ആ ഭാരതീയ ദർശനത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം ഓം ശാന്തി ശാന്തിയാണ് എന്നാണ്. എങ്ങനെയാണ് ശാന്തി നേടാൻ കഴിയുക? എങ്ങനെയാണ് ദുഃഖമില്ലായ്മ നേടാൻ കഴിയുക? അത് തായുമാനവർ ഒരു കവിതയിൽ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. നമുക്ക് ആ കവിത കൂടി നോക്കാം. ഒരു മതയാനയെ നിങ്ങൾ തളച്ചേക്കാം, കരടിയുടെയും കടുവയുടെയും വായടച്ചേക്കാം, സിംഹത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്തേക്കാം, മൂർഖൻ പാമ്പുമായി കളിയാടാം. രസായന വിദ്യയാൽ നിത്യ യുവത്വം നേടാം, വേഷപ്രച്ഛന്നായി ഈ ലോകത്ത് മുഴുവൻ സഞ്ചരിക്കാം, ദേവന്മാരെ ദാസരാക്കാം, എന്നും യൗവനമാർന്നിടാം, ഇല പോൽ ചരിച്ചേക്കാം, തീയിൽ പോലും വസിച്ചിടാം. പക്ഷേ
മനോനിയന്ത്രണമാണ് മഹത്തായ കാര്യം. ഈ മനോനിയന്ത്രണത്തിലൂടെ ദുഃഖമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ തായ്മാനവർ പറയുന്നത്, മനസ്സിനെ നിയന്ത്രിച്ചാൽ ഈ ദുഃഖമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ശാന്തിപൂർണമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് ജീവിക്കാൻ കഴിയും. അതേപോലെ അതോടെ അയാളുടെ ആഗ്രഹങ്ങളെല്ലാം, ആ സാധകൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെടും. സാധകന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, സിദ്ധികളിൽ വച്ച് ഏറ്റവും വലിയ സിദ്ധിയായ ജ്ഞാനസിദ്ധി അല്ലയോ ദൈവമേ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് ഒരു സാധകൻ്റെ പ്രാർത്ഥന. അപ്പോൾ ദുഃഖമില്ലായ്മയും ജ്ഞാനസിദ്ധിയും നൽകുന്ന ഒരത്ഭുത പ്രതിഭാസമാണ് ചിത്സഭയിൽ വിളങ്ങുന്ന അരുൾ പെരും ജ്യോതി. എനൈത്തും തുൻപിലായെഴുത്ത് എണ്ണിയ അനൈത്തും തരും സഭை അരുൾ പെരും ജ്യോതി. ഒരിക്കലും ദുഃഖമില്ലാത്ത അവസ്ഥ എനിക്ക് നൽകുന്നത് ചിത്സഭയിലെ അരുൾ പെരും ജ്യോതിയാണ്. ഞാൻ ആഗ്രഹിച്ചത് എന്തും നൽകുന്നത് ചിത്സഭയിലെ അരുൾ പെരും ജ്യോതിയാണ്. ഇതാണ് സത്യം. അരുൾപ്പെരും ജ്യോതി നമ്മെ ദുഃഖമില്ലാത്തൊരവസ്ഥയിലേക്ക് ആനയിക്കുന്നു. മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് ശാന്തി ഭൂവിലേക്ക് യാത്ര ചെയ്യാൻ ഈ അരുൾപ്പെരും ജ്യോതി നമുക്കെപ്പോഴും കൂട്ടായി നിൽക്കുന്നു. നമ്മുടെ അകത്തും പുറത്തും, ഇടത്തും വലത്തും മുകളിലും താഴെയുമെല്ലാം ഈ അരുൾപ്പെരും ജ്യോതി നിത്യമായി ശാശ്വതമായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ പ്രകാശം, ഈ അരുൾപ്പെരും ജ്യോതി നമ്മെ ശാന്തി ഭൂവിലേക്ക് നയിക്കട്ടെ. ഓം ശിവായ നമഃ.